യെസ്, എന്തായാലും ഇന്നത്തെ ഈ ദിവസം നമ്മളിപ്പോ ഇങ്ങനെ പറഞ്ഞു വന്ന കാര്യം എൽദോ, കേരളത്തിൽ എത്തിയിട്ടുള്ള എൽദോയെ കുറിച്ചിട്ടാണ്. ഇറ്റ്സ് എ ഫോം ഓഫ് മാർഷൽ ആർട്സ്. അപ്പം എൽദോ കേരളത്തിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള പയ്യന്നൂർക്കാരൻ വേണുഗോപാലൻ കൈപ്രത്താണ് ഇന്നത്തെ ഈ മോർണിംഗിൽ ക്ലബ് എഫ്എമ്മിൽ എന്റെ കൂടെ ജോയിൻ ചെയ്തിട്ടുള്ളത്. വെൽക്കം ടു ക്ലബ് എഫ്എം. നൈസ് ടു മീറ്റ് യു. ഇപ്പൊ സാർ ഇപ്പൊ പയ്യന്നൂരിൽ ഇപ്പം ഇൽദോ ഈ ഒരു ഇത് തുടങ്ങിയല്ലോ, കുറെ കുട്ടികളൊക്കെ പഠിക്കാനുണ്ട്. ഏകദേശം 25-30 കുട്ടികൾ ഇപ്പം ഓൾറെഡി ജോയിൻ ചെയ്ത് പഠിക്കാൻ റെഡിയായി വന്നിട്ടുണ്ട്. ഓ, അത് ശരി. അതിനെന്തെങ്കിലും ഡ്രസ്സോ പ്രത്യേക യൂണിഫോം ഉണ്ട്. ഇപ്പോഴും നമ്മൾ തുടങ്ങിയപ്പോൾ ടീഷർട്ടും അതിന്റെ ട്രാക്ക് പാന്റും ഇട്ടിട്ടാണ് ട്രെയിനിങ് കൊടുക്കുന്നത്. അതിന് പ്രത്യേക ഗ്ലവോ സംതിങ് ലൈക്ക് ദാറ്റ് എന്തെങ്കിലും, ഹെൽമെറ്റ്, ചെസ്റ്റ് ഗാർഡ് ഒക്കെ വേണം നമ്മളിത് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത്. ബോഡി സേഫ്റ്റി ഇമ്പോർട്ടന്റ് ആണല്ലോ. അതുപോലെ മാറ്റ് ഇമ്പോർട്ടന്റ് ആണ് ഇപ്പോഴും. അതുപോലെ ഇതിന്റെ പ്രത്യേകത നമ്മൾ ഏതെങ്കിലും വീഴാണ്, നമ്മൾ സ്ലിപ്പ് ചെയ്ത് വീഴാണെങ്കിൽ പോലും നമ്മൾ ആ ടെക്നിക്സ് പ്രാക്ടീസ് ചെയ്തവർക്ക് ബോഡി പെയിൻ ഇല്ലാതെ, ബോഡിയിൽ ഡാമേജ് ഇല്ലാതെ തന്നെ നമ്മൾ ചാടും. അങ്ങനെ ഒരു ഓട്ടോമാറ്റിക്കലി വരും. അറിയാതെ തന്നെ ബോഡി അതിലേക്ക് മാറും. നമ്മളൊരു ആക്സിഡന്റിലേക്ക് അറിയാതെ റോൾ ചെയ്ത് പോകും. അപ്പൊ നമ്മള് സേഫ്റ്റി ആ രീതിയിലും നമുക്ക് കിട്ടുന്നുള്ളതാണ്. അപ്പം ഇപ്പം നിലവിൽ ഇപ്പം ഇൽദോ പഠിക്കാനായിട്ട് ഇപ്പം ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ ബേസിക് ആയിട്ട് നമുക്ക് വേറെ എന്തെങ്കിലും പഠിക്കണോ, അല്ലെങ്കിൽ ഡയറക്റ്റ് ഇൽദോ പഠിക്കാൻ വേണ്ടി വന്നാൽ മതിയോ? പുതിയതായിട്ട് വരുന്നവർക്ക് ഇപ്പൊ കയറി വന്നാൽ മതി. കാരണം ഇപ്പോഴേ ചെയ്ത ട്രെയിനിങ് ചെയ്യുന്ന ഇൻസ്ട്രക്ടേഴ്സ് ഓൾറെഡി ഏതെങ്കിലും ഒരു മാർഷൽ ആർട്ടിൽ ഒരു ബേസുള്ള ആൾക്കാരായിരിക്കും. അപ്പൊ അവർക്ക് ഇത് എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ പറ്റും. ചെറിയ ചെറിയ ചേഞ്ചസുകൾ, പിന്നെ നമ്മളൊരു കോൺഫിഡൻസ് നമുക്ക് ചെയ്യാൻ പറ്റും തോന്നല്. പ്രായം അതിനൊരു വലിയ വിഷയമല്ല. ഇപ്പൊ ഇതിന്റെ വേറൊരു പ്രത്യേകത, ഇപ്പൊ ഞാനിപ്പോ തായ്ക്കൊണ്ടോ ചെയ്യുന്നു, എനിക്ക് എന്റെ ഏജ് വെച്ച് നോക്കുമ്പോൾ എനിക്ക് ചാട്ടത്തിനും ഹൈറ്റിനും ഒക്കെ ഒരു വ്യത്യാസം വരും, കിക്സിനൊക്കെ വ്യത്യാസം വരും. പഴയ പോലെ ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പൊ എൽദോ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മളെ ആവശ്യം എന്താണ്, നമ്മൾ നല്ലൊരു ഡിഫൻഡറും ഒഫൻഡറും എല്ലാം ഒക്കെ ആവുക എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് എളുപ്പമാണ് ഇത് കുറച്ചുകൂടി ചെയ്ത് കുട്ടികള് അല്ലെങ്കിൽ പബ്ലിക്കിന് മുമ്പിൽ നമ്മളെ ഇമേജ് നിലനിർത്താൻ പറ്റും നമുക്ക്. അപ്പം ഇതിൽ നമ്മളിപ്പം സെയിം വെയിറ്റ് ഒക്കെയാണോ മത്സരിക്കുക? കോമ്പറ്റീഷനിൽ വരുമ്പോഴത്തേക്ക് വെയിറ്റ് കാറ്റഗറി, ഏജ് കാറ്റഗറി, ബെൽറ്റ് കാറ്റഗറി, അതൊക്കെ സാധാരണ മാർഷൽ ആർട്ട് പോലെ തന്നെ ആയി വരും. പക്ഷെ നമ്മൾ റിയൽ ഫൈറ്റിൽ നമുക്കൊരു ബോഡി വെയിറ്റ് ഒരു ഇഷ്യൂ അല്ല. ആക്ച്വലി സാർ, ഇതിപ്പം ഇൽദോ ഒരു പുതിയൊരു വേർഷൻ ആണ് അല്ലെ, പുതിയൊരു വേർഷൻ ഓഫ് മാർഷൽ ആർട്ട് ആണ്. ശരിക്കും ഇങ്ങനെയുള്ള ഒരുപാട് നമുക്ക് അറിയാത്ത മാർഷൽ ആർട്സ് ഇനിയും ഉണ്ടോ? ഉണ്ടാകാം, പക്ഷെ അത് പുറത്ത് ലോകം കാണുന്നേ ഉള്ളൂ. ഇതിന് 10 years ബാക്കിലാണ് ഇവർ ഇതിന്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തത് ഇൽദോന്റെ. പക്ഷെ 2023 ഇത് വേൾഡിലെ ഫെഡറേഷൻ രജിസ്റ്റർ ചെയ്ത് പുറത്തേക്ക് ഇറങ്ങിയത്. ഇപ്പോ അമേരിക്ക, സൗത്ത് അമേരിക്ക, യൂറോപ്പ്, ഏഷ്യൻ കൺട്രിയില് കൊറിയ, ഉസ്ബെക്കിസ്ഥാൻ, കസാക്കിസ്ഥാൻ, UAE, ഇപ്പൊ ഇന്ത്യയിലും, ഇത്രയും രാജ്യങ്ങളിൽ ഓൾറെഡി ഓർഗനൈസേഷൻ വന്നു കഴിഞ്ഞു. അപ്പം ഇങ്ങനെ ഒരു പുതിയൊരു മാർഷൽ ആർട്ട് ഫോം ഇപ്പൊ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. സോ ഇതിന്റെ ഒരു ഫോർമാലിറ്റീസ് എന്തൊക്കെയാണ് ശരിക്കും? ആദ്യം ഈ സംഭവം കണ്ടുപിടിക്കണം അല്ലെ, അല്ലെങ്കിൽ ഇത് ഒരു ഗ്രാൻഡ് മാസ്റ്റർ ഇത് ഉണ്ടാക്കണം. ഇതൊരു ഗ്രാൻഡ് മാസ്റ്റർ, ഈ ഗ്രാൻഡ് മാസ്റ്റർ ഹപ്കിഡോയിലെ ഒരു ഗ്രാൻഡ് മാസ്റ്റർ ആയിരുന്നു. അപ്പൊ അതുപോലെ തായ്ക്കൊണ്ടോയും അദ്ദേഹത്തിന് കൊറിയ ആയതുകൊണ്ട് തന്നെ അപ്പൊ അവരാണ് ഇത് വേറൊരു പുതിയ ഫോമിലേക്ക് വരുന്നത്. അവരെന്നെ ക്രിയേറ്റ് ചെയ്ത ഫോമാണ് ഈ എൽദോ. അവരെന്നെ പേരിട്ടായിരിക്കും, അവര് പേരിട്ട് ആണ്. അപ്പം അവര് തന്നെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാക്കും. എല്ലാത്തിനും അവരെന്നെ ഈ ഗെയിം മൊത്തത്തിൽ ഫോം ചെയ്യും. ഒരു എക്സ്പേർട്ട് ആണ്, ഒരു എക്സ്പീരിയൻസ് ഒരുപാട് ഉണ്ട് അവർക്ക്. ഒരുപാട് റിസർച്ചിൽ നടക്കുന്നുണ്ട്. കാരണം നമുക്ക് ഇഞ്ചുറി വരാൻ പറ്റും, ഏതൊക്കെ കിക്കുകൾ അല്ലെങ്കിൽ ഏതൊക്കെ പഞ്ചുകൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഞ്ചുറി വരാൻ സാധ്യതയുണ്ട്. റിസർച്ച് ചെയ്ത് അത് പടം എങ്ങനെ ഒഴിവാക്കിക്കൊണ്ടാണ് പുതിയ മാർഷൽ ആർട്ട് പുറത്തേക്ക് വരുന്നത്. എങ്ങനെയുണ്ട് എൽദോ? എങ്ങനെയുണ്ട് ഇപ്പൊ സാർ പ്രാക്ടീസ് ചെയ്തപ്പം? എൽദോ എനിക്ക് വളരെ ഇൻട്രസ്റ്റീവ് ആയിട്ട് വരുന്നുണ്ട്. നമുക്ക് കുറച്ചുകൂടി പ്രിപ്പറേഷന്റെ ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്ത് തീർക്കാം. അപ്പം സാറിന്റെ കൂടെ ഓപ്പോസിറ്റിൽ മത്സരിക്കാൻ ആരൊക്കെ വന്നു? സോഫാ ഇവന്റെ തായ്ക്കൊണ്ടോയിലത്തെ എല്ലാ ഇൻസ്ട്രക്ടേഴ്സും ഓൾറെഡി വന്നിട്ടുണ്ട്. എല്ലാരും പിടിച്ചിട്ട് എല്ലാരും ഓടി രക്ഷപ്പെട്ടു. അവരിപ്പോ റോളിംഗ് പഠിച്ചുകൊണ്ടിരിക്കുക. എപ്പോഴാണ് ഏറിയെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ റോളിംഗ് അവർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എടുത്തെറിയുമ്പോ എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമല്ലേ? നൈസ്. അപ്പം ഫൈനലി എന്താണ് സാറിന് ഈ ഒരു ഇൽദോ എന്നൊരു മാർഷൽ ആർട്ട്, പുതിയൊരു മാർഷൽ ആർട്ടാണ്, കണ്ണൂരിൽ എത്തിയിരിക്കുകയാണ്, കേരളത്തിൽ എത്തിയിരിക്കുകയാണ് ആദ്യമായിട്ട്. ഇതെല്ലാരും പഠിക്കണം, തീർച്ചയായും ഇതെല്ലാരും പഠിക്കണം. ഇന്നത്തെ കാലഘട്ടത്തിൽ സെൽഫ് ഡിഫൻസ് ചെയ്ത് അവർക്ക് സ്വന്തമായിട്ട് തന്നെ ചെയ്യാൻ പറ്റും. അതൊരു 15 വയസ്സിൽ നിർത്തിയാൽ പോലും ഈ ടെക്നിക്സ് അവർ ഒരിക്കലും മറക്കില്ല. പ്രാക്ടീസ് പിന്നെ വേണ്ട, പ്രഷർ പോയിന്റ്സിൽ പ്രസ് ചെയ്തുകൊണ്ടാണ് ചെയ്യുന്നത്. അപ്പൊ അത് എപ്പോഴും അവർ മറക്കില്ല. ഒരു ബോഡിയിൽ നമുക്ക് എവിടെയാണ് ഈ പ്രഷർ പോയിന്റ്സ്, എവിടെയാണ് പിടിക്കേണ്ടത്, എങ്ങനെയാണ് ലോക്ക് ചെയ്യേണ്ടത് നമുക്ക് മറക്കില്ല. ഓരോ 15 വയസ്സ് ചെയ്താലും അവർക്കത് സേഫ് ആയിട്ട് അവരൊപ്പം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ തീർച്ചയായും ആൺകുട്ടികളും പെൺകുട്ടികളും സെൽഫ് സേഫ്റ്റിക്ക് ഇത് അത്യാവശ്യമാണ്. കടാരി ഒന്നും കരുതാതെ തന്നെ നമുക്ക് ധൈര്യത്തിൽ നടന്നു പോവാം. അപ്പൊ താങ്ക് യു മാഷേ, താങ്ക് യു സോ മച്ച്. താങ്ക് യു, ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്. യെസ്, അപ്പൊ നമ്മുടെ കേരളത്തിലേക്ക് ആദ്യമായി എത്തിയിട്ടുള്ള ഇൽദോ, യെസ് അത് നമ്മുടെ കണ്ണൂരിലാണ് എത്തിയിട്ടുള്ളത്. അങ്ങനെ കണ്ണൂരിലേക്ക് ഇൽദോ എത്തിച്ചിട്ടുള്ള വേണുഗോപാലൻ കൈപ്രത്ത് പയ്യന്നൂർക്കാരൻ, അദ്ദേഹത്തെയാണ് ഇന്നത്തെ ഈ ദിവസം ക്ലബ് എഫ്എമ്മിൽ സ്പെഷ്യൽ ഗസ്റ്റ് ആയിട്ട് നമ്മുടെ കൂടെ അദ്ദേഹമാണ് ജോയിൻ ചെയ്തത്. അപ്പം ഇൽദോയെ കുറിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയല്ലോ അല്ലെ?